കറക്റ്റ് സമയത്ത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാ ഞാൻ വന്നത്. എല്ലാരും ഉണ്ടല്ലോ. ഞാൻ കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞതുകൊണ്ട് നിങ്ങളുടെ കാമുകയെ കാണാൻ വരാൻ ഇപ്പൊ നിങ്ങൾക്ക് സൗകര്യമായല്ലോ. എന്തായാലും രണ്ടുപേരെ ഒരുമിച്ച് കിട്ടിയത് നന്നായി. എനിക്ക് ഇയാളോട് പറയാനുള്ള കാര്യങ്ങൾ നീ കൂടി കേൾക്കണം. എന്റെ അച്ഛനെ കൊന്ന കൊലപാതകയുടെ മകനാണെന്ന സത്യം മറച്ചു വെച്ച് എന്നെ കല്യാണം കഴിക്കാൻ ശ്രമിച്ച ചതിയനയാള്. ഇതാ ഞാൻ പറയാറുള്ള ദിവ്യപ്രഭ. ഈശ്വരാധീനം കൊണ്ട് ഇയാളുടെ പദ്ധതികളൊന്നും നടന്നില്ല. സമയത്ത് കൊലപ്പള്ളിയായ ഇയാളുടെ അച്ഛൻ തന്നെ മണ്ഡപത്തിൽ കയറുമെന്ന് എല്ലാ സത്യങ്ങളും വിളിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. പക്ഷെ കതിർ മണ്ഡപത്തിൽ വെച്ച് കല്യാണം മുടങ്ങിയ പെണ്ണെന്നൊരു പേരുദോഷം എനിക്ക് ചാർത്തി നൽകിയിട്ടേ ഇയാൾ പോയത്. എന്നോട് ദ്രോഹം ചെയ്ത ഇയാളോടും അതിന് കൂട്ടുനിന്ന നിന്നോടും ഈ ജന്മം ഞാൻ പൊറുക്കില്ല. ഈ കല്യാണം നടന്നിരുന്നെങ്കിൽ ചതിക്കപ്പെടുന്നത് ഞാൻ മാത്രമായിരുന്നില്ല, നിന്റെ കഴുത്തിൽ താലി കെട്ടാനിരുന്ന ആ സുമേഷ് കൂടിയായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അവനും കൂടി രക്ഷപ്പെട്ടു. എടി പെങ്കച്ചേ, പഞ്ചരത്നത്തിന്റെ മുമ്പിൽ വന്നു എന്നിട്ട് അനാവശ്യം പറയരുത്. നീ പോവാൻ നോക്ക്. ഓ, പഞ്ചരത്നം പറയുന്നത് കേട്ടാ തോന്നും ഏതോ വലിയ 5 സ്റ്റാർ ഹോട്ടലാണെന്ന്. ഉച്ചയ്ക്ക് വീട്ടിലെ ഊണ് വിളമ്പുന്ന വെറും ഒരു പെട്ടിക്കടയല്ലേ ഇത്. വേണമെന്ന് വെച്ചാലേ ഇതും പൂട്ടിക്കും ഈ ദിവ്യപ്രഭ. ഞങ്ങളുടെ പഞ്ചരത്നത്തെ പറ്റി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പറഞ്ഞ നീ എന്തിയോടി എന്നെ അങ്ങ് വലിച്ച് ബൂക്കി കയറ്റുമോ? മതി നിന്റെ കവല പ്രസംഗം. എത്രയും വേഗം ഇവിടെ ഇറങ്ങി പോവാൻ നോക്കാം. അല്ലെങ്കിൽ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ. കുറച്ച് ദിവസമായിട്ട് ആ നിൽക്കുന്നവനോട് 4 വർത്താനം പറയാൻ ഞാൻ കാത്തിരിക്കായിരുന്നു. സ്വന്തം വീട് കഴിഞ്ഞ അയാളുടെ ചേക്ക ഈ പഞ്ചരത്നമാണല്ലോ. അതുകൊണ്ടാ നേരെ ഇങ്ങോട്ട് പോന്നത്. എന്തായാലും ശരി, കാമുകനെ കാമുകയെ ഒരുമിച്ച് കിട്ടിയല്ലോ, സന്തോഷം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.